നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് സേനാപതി അഞ്ചുമുക്ക് എന്ന സ്ഥലത്താണ്. ഇവിടെ ധാരാളം പൊതുകാര്യ താൽപ്പര്യം വളരെ പുരോപകാരിയായ ശ്രീ അജയൻ ചേട്ടൻ്റെ എസ്റ്റേറ്റാണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. ഭൂവസ്ത്ര ഏതാണ്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട്. ഏതായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റിലേക്ക് പോകാം എന്നുള്ളൊരു ഇൻഫർമേഷന്റെ പേരിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതിന്റെ ഒരു പ്രൊമോഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ആൾക്കാർ നമുക്ക് ഡൗട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ചെയ്ത് വിജയിച്ച അല്ല ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ എക്സ്പീരിയൻസ് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സാറിന് നമ്മുടെ ഇന്ത്യ ഗ്രോ പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താണ്? ഒന്ന് പറയാം. സാർ കുറേ നാളായി ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തില്ല എങ്കിലും കൊറോണയ്ക്ക് മുമ്പുള്ള ഒരു വർഷം ഞാൻ തോട്ടത്തിൽ ഏറ്റവും മോശമായിട്ട് നിന്നിരുന്ന 1-2 സ്ഥലങ്ങളിൽ ഇത് ആപ്ലിക്കേഷൻ നടത്തി, ഇന്ത്യ ഗ്രോയുടെ ഭൂവസ്ത്ര എന്ന് പറയുന്ന സ്ഥാനം. അപ്പോൾ അതിന് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ കേടുള്ള ഒരു ചെടിക്ക് അല്ലെങ്കിൽ വേരില്ലാത്ത ഒരു ചെടിക്ക് വളം കൊണ്ടിടുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയും പൈസ നമുക്ക് നഷ്ടമാണ്. അത് ബേസിക്കായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ വേരാണ്. വേര് കൊണ്ട് തന്നെ ചെടി ഒരുവിധം ഹെൽത്തി ആയിട്ട് നിൽക്കും. പിന്നീടാണ് നമ്മളത് ചെടീനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വളം ചെയ്യേണ്ടത്. ഇപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഈ ചെടി നന്നാവുകയും അത് നന്നായിട്ട് കായ പിടിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം അന്നത്തെ കാലത്ത് ഉണ്ടായി. അതിനുശേഷം പിന്നെ ഞാൻ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ വർഷം ഞാൻ തോട്ടം മുഴുവനായിട്ട് നമ്മൾ ഭൂവസ്ത്രം ഇട്ടിട്ടുണ്ട്. ഇപ്പം വളരെ ദോഷകരമായിട്ടുള്ള കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴയില്ലാത്തൊരു കാലാവസ്ഥയിൽ പോലും വലിയ കാര്യമായിട്ടുള്ള ക്ഷീണമൊന്നും ചെടിക്ക് ഇതുവരെ നമുക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഈ വലിയ താമസമില്ലാതെ നമ്മൾ ഇറിഗേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ അതിൻ്റെ ക്ഷീണമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ചെടി നന്നായിട്ടിരിക്കുന്നു. ഈ മോശമായിട്ടുള്ള കാലാവസ്ഥയിലും കായ പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എനിക്ക് തോന്നുന്നു അത് വേരിൻ്റെ കേടില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടായേക്കുന്നത് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. 100% ഓർഗാനിക് വേപ്പിൻ്റെ എക്സ്ട്രാക്റ്റും പിന്നെ അതോടൊപ്പം തന്നെ കാസ്റ്ററിൻ്റെ എക്സ്ട്രാക്റ്റുമാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു ഘടകവും കൂടെ ഉണ്ട്, നല്ല ഒരു ഘടകവും കൂടെ ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് തന്നെ ഇത് നേരത്തെ നമ്മളിത് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്തപ്പം അതും ഇതും തമ്മിലുള്ള ആ ക്രോപ്പിന്റെ ഒരു വ്യത്യാസം കൂടെ ഒന്ന് സാറിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ക്രോപ്പിന്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ചെടിയുടെ വേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ വളങ്ങൾ അല്ലെങ്കിൽ നിലവിൽ മണ്ണിലുള്ള വളങ്ങൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാകുകയും പുതിയ ചിമ്പുണ്ടാകുകയും ആ ചിമ്പിന്റെ വേരിന്റെയും കൂടെയൊക്കെ സപ്പോർട്ടിൽ വളം ഇച്ചിരി കൊടുക്കുന്നത് കുറവാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ചെടിയുടെ ക്രോപ്പിന്റെ കാര്യത്തിലും ചെടിയുടെ വളർച്ചയുടെ കാര്യത്തിലും അതിന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും ഒക്കെ മെച്ചമായിട്ട് കാണുന്നു എന്നാണ് എന്റെ അനുഭവം മനസ്സിലാക്കുന്നത്. പിന്നെ സാറേ നമ്മുടെ അതിന്റെ പ്രോഡക്റ്റിന്റെ അതിന്റെ ട്രെയിനിങ്ങിൽ ഒരു കാര്യം അവർ അഡ്രസ് ചെയ്ത് പറയുന്നുണ്ട്. നമ്മൾ ഇത് ചെയ്താൽ നമ്മുടെ ഇതിനകത്തുള്ള ചെലവ് നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാമെന്ന് പറയുന്നു. അത് ഏത് രീതിയിലാണ് സാറിന്റെ അനുഭവം? എങ്ങനെയാണ് ചെലവ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അമിതമായുള്ള വളം കൊടുത്ത് ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒരു 20 ഗ്രാം ഭൂവസ്ത്ര കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെടിയുടെ സോയിൽ ബോൺ ഡിസീസസ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന വളം ചെടി പരമാവധി വലിച്ചെടുത്ത് പ്രയോജനപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.